ലീഗലി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അത് കേസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. റിജിജു എന്തുകൊണ്ടാണ് UPA സർക്കാർ വരുത്തിയ 2013 അമെൻമെന്റ്സ് എടുത്തു പറയുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്ക ആർക്കാണ്? ഈ മുനമ്പം വിഷയം വന്നപ്പോൾ BJPക്ക് എന്തായാലും അവിടെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലമൊന്നും അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല BJP. അപ്പോൾ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് മുനമ്പം മാത്രമല്ല, കോൺഗ്രസിന് മധ്യകേരളത്തിലാകെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ എല്ലാ മണ്ഡലങ്ങളിലും CPM എന്തായാലും ക്രിസ്ത്യൻ വോട്ട് പോകാനൊന്നുമില്ല. പോകാനുള്ളത് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ്. അപ്പോൾ തങ്ങളുടെ ഒരു ബാസ്റ്റേൺ നഷ്ടമാകുമോ എന്നുള്ള ആശങ്കയിൽ അവർ KPCC പ്രസിഡന്റിനെ വരെ മാറ്റാൻ പോവുകയാണ്. ആന്റോ ആന്റണി മാറ്റാൻ പോകുന്ന ആന്റോ ആന്റണിയിലേക്ക്, ആ പേരിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവ വോട്ടുകൾ കൂടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി, ഒരു തുടർഭരണം LDFന് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് K സുധാകരനെ മാറ്റി ആന്റോ ആന്റണി എന്ന പേരിലേക്ക് അവർ എത്തുന്നത്. മലബാറിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ വോട്ട് വഴി തന്നെയാണ് എന്തായാലും കോൺഗ്രസ് അടക്കം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പം വിഷയം മൂലം വോട്ട് നഷ്ടമാകാതെ ഇരിക്കാൻ ഇപ്പോൾ കിരൺ റിജിജു അവിടെ വന്ന് പൊടുന്നനെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ മുനമ്പത്തെ എല്ലാവർക്കും ഈ റൈറ്റ്സ് എല്ലാം ഉറപ്പാക്കി കൊടുക്കാൻ കഴിയും, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് കരുതുന്നത് ശരിയല്ല. അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും രണ്ടായി നിൽക്കുന്നു. അതിനിടയിൽ പ്രതിപക്ഷത്തിന് മുതലെടുക്കാം എന്നത് നടക്കില്ല. ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് തന്നെ ആക്ട് ചെയ്യുന്ന കാര്യമായിരിക്കും മുനമ്പം വിഷയത്തിൽ നമ്മൾ കാണാൻ പോവുക.